ഹായ് ഹലോ മക്കളെ, ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ന്യൂസ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുന്നത്. 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിനാണ് സാധാരണഗതിയിൽ നമ്മളോട് ഇത് ചോദിക്കാറുള്ളത്. നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളതും പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് എഴുതിയെടുക്കേണ്ടതെന്നുള്ളതും കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രാഫ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ റിപ്പോർട്ടിംഗ് ദ കെയോസ് ദാറ്റ് ഇറപ്റ്റഡ് വെൻ ദ നറേറ്റർ attempted to move the road engine involving the elephant, coolies and police arrest, including a catchy headline and a lead paragraph. നമ്മളോട് ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എഞ്ചിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പൊ അതിൽ ഒരുപാട് കിയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ബഹളം നിറഞ്ഞ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ആ എലഫന്റ് വന്നതും, എലഫന്റ് ആ ഒരു റോഡ് എഞ്ചിൻ വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതും, 50 കൂലിക്കാരും അതുപോലെ തന്നെ പോലീസുകാരും നമ്മുടെ നറേറ്ററിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് ഭയങ്കര കിയോട്ടിക് ആയിട്ടുള്ള ബഹളം നിറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നടക്കുന്നുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസത്തെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുക? ആദ്യം നിങ്ങളിലെ ഒരു ഹെഡ്ലൈൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കണം. അത് നിങ്ങൾ പരമാവധി ക്യാപിറ്റൽ ലെറ്ററിൽ ഭയങ്കര ക്യാച്ചി ആയിട്ട് വളരെ ഷോർട്ട് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ ബൈലൈൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണം. ബൈലൈൻ എന്ന് വെച്ചാൽ ആരാണ് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി, ബൈ സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ തന്നെ പരിപാടി തീർന്നു. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ നിങ്ങൾ ഡേറ്റ് ലൈൻ കൊടുക്കണം. ഡേറ്റ് ലൈൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് എവിടെ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആ സ്ഥലത്തിന്റെ പേരും അതുപോലെ തന്നെ ഡേറ്റും ഒന്ന് എഴുതി കൊടുക്കലാണ് ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി ഒന്നാമത്തെ പാരഗ്രാഫിനെ നമ്മൾ ലീഡ് പാരഗ്രാഫ് എന്നാണ് വിളിക്കുക. അതിലാണ് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്ത് നടന്നു, എപ്പോഴാണ് നടന്നത്, എവിടെയാണ് നടന്നത്, ആരൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ പാരഗ്രാഫിലാണ് പറയാം. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലാണ് നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ആ ഡീറ്റെയിൽസിൽ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും നേരിട്ട് കണ്ട ആൾക്കാരെ കുറിച്ചിട്ടുള്ള അവർ സംസാരിച്ചതോ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാം. ഒഫീഷ്യൽ ആയിട്ടുള്ള കമന്റുകൾ, ഇപ്പോൾ ഗവൺമെന്റിന്റെ ഒക്കെ ഒഫീഷ്യൽ ആയ കമന്റുകൾ നമുക്ക് കൊടുക്കാം. ഇനി അവസാനത്തെ ഒരു 1-2 വരികളിലല്ലേ എന്താണ് ഇപ്പൊ നടക്കുന്നത്, എന്താണ് ഇപ്പൊ ഈ ഒരു പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ എഞ്ചിൻ ട്രബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ നടന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്താണ് എന്ന് നമുക്ക് പറയാം. വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, ഇനി എന്താണ് നടക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമോ, അയാളെ ജയിലിലിടുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അയാൾക്ക് കോമ്പൻസേഷനോ ഫൈനോ കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കുന്നത്. സോ ഇവിടെ ഞാൻ അതിന്റെ ഒരു മോഡൽ ആൻസർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ജയന്റ് റോഡ് എഞ്ചിൻ സ്പാർക്സ് കെയോസ് ഇൻ ദ ബിസി മാർക്കറ്റ് സ്ട്രീറ്റ് എന്നുള്ളതാണ് ഞാൻ കൊടുത്ത ഹെഡിങ് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് സ്റ്റാഫ് റിപ്പോർട്ട് എന്ന് പറഞ്ഞ ബൈ ലൈൻ കൊടുത്തു. മാൽഗുഡിയിലാണ്, ട്യൂസ്ഡേ ആണെന്നുള്ളത് അവിടെ ഡേറ്റ് ലൈനും ഞാൻ കൊടുത്തു. ഇനി റൊട്ടീൻ അറ്റംപ്റ്റ് ടു മൂവ് ഹെവി റോഡ് എഞ്ചിൻ ടേൺഡ് ഇൻടു എ കംപ്ലീറ്റ് കെയോസ് യെസ്റ്റർഡേ. അപ്പോൾ വെൻ എന്നുള്ളതിന്റെ ഉത്തരമായി, വാട്ട് എന്നുള്ളതിന്റെ ഉത്തരമായി, എന്ത് നടന്നു എന്നുള്ളതിന്റെ ഉത്തരമായി. ഇനി when the narrator assisted by an elephant and a group of coolies accidentally caused a scene that drew huge crowds and forced police intervention. അതായത് പോലീസുകാർ ഇടപെട്ടു, ഒരുപാട് നാട്ടുകാർ കൂടി, അവിടെ ഒരു ഹ്യൂജ് ക്രൗഡ് ഉണ്ടായി, 50ഓളം കൂലിക്കാരെ അയാൾ കൊണ്ടുവന്നു, ഒരു എലഫന്റിനെ കൊണ്ടുവന്നു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എവിടെയാണ് നടന്നത് എന്നുള്ളതും അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, ഹൂ എന്ന് പറഞ്ഞ പാർട്ടായി. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നത്. വാട്ട് എന്നുള്ളതിന്റെ ഉത്തരമായി, വേർ, വെൻ എന്നുള്ളതിന്റെ ഉത്തരമായി. വേർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മാർക്കറ്റിലാണ് നടക്കുന്നത് എന്നുള്ളത് കൊടുത്തു. വേർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി കൊടുത്തു. അതിനുശേഷം ഹൂ, ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനുശേഷം ഹൗ എന്ന് പറഞ്ഞ ഭാഗമാണ് നമുക്കിനി നോക്കാനുള്ളത്. ആസ് ദി എലഫന്റ് ട്രൈ ടു പുൾ ദ മാസീവ് എഞ്ചിൻ ഫോർവേഡ്, ഈ റോഡ് എഞ്ചിന് ഈ എലഫന്റ് മുന്നിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇറ്റ് സഡൻലി പാനിക്, അതിന് കുറച്ച് പരിഭ്രാന്തി ഉണ്ടായി. സെൻഡിങ് കൂലീസ് റണ്ണിങ് ഫോർ സേഫ്റ്റി, കൂലിക്കാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ദ ക്രൗഡ് സ്വെൽഡ്, നാട്ടുകാർ തടിച്ചുകൂടി. ട്രാഫിക് കെയിം ടു ഹോൾട്ട് ആൻഡ് ദ സിറ്റുവേഷൻ ക്വിക്ലി ഗ്രൂ ഔട്ട് ഓഫ് കൺട്രോൾ, കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നാണ് പറയുന്നത്. അൺഏബിൾ ടു മാനേജ് ദ കൺഫ്യൂഷൻ, പോലീസ് അറൈവ്ഡ് ആൻഡ് അറസ്റ്റഡ് ദ നറേറ്റർ, നമ്മുടെ നറേറ്ററിനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടായി. ബ്ലെയിമിങ് ഹിം ഫോർ ക്രിയേറ്റിംഗ് പബ്ലിക് ഡിസ്റ്റർബൻസ്, പൊതുശല്യം ഉണ്ടാക്കിയതില്ലേ, പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഇനി നമ്മൾ കൺക്ലൂഷൻ ആണ് പറയാൻ പോകുന്നത് കേട്ടോ. കൺക്ലൂഷൻ ആണ് പറയാൻ പോകുന്നത്, നോക്കിക്കോ. officials later stated that movement of such a large machine should have been supervised more carefully to avoid public risk. നാട്ടുകാർക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടാകുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് സൂപ്പർവൈസ് ചെയ്യണമായിരുന്നു, കൈകാര്യം ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടിനെ നമുക്ക്, അല്ലെങ്കിൽ ന്യൂസ് ആർട്ടിക്കിളിനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
ഹെഡ്ലൈൻ വേണം, ബൈലൈൻ വേണം, ഡേറ്റ് ലൈൻ വേണം. ലീഡ് പാരഗ്രാഫിൽ വാട്ട്, വെൻ, വെയർ, ഹൂ, ഹൗ എന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ വേണം. ബോഡിയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. കൺക്ലൂഷൻ എന്ന് പറയുന്ന ലാസ്റ്റ് 2 സെന്റൻസുകളാണ്. അതിൽ ഇപ്പം എന്ത് നടക്കുന്നു എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോഴേ ഈ ഒരു ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് എനിക്ക് തന്നോളാം. അതുപോലെ തന്നെ ഇത് പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.